തീർച്ചയായും ലക്ഷ്മി, നമ്മൾ BJP പ്രവർത്തകർ പറയുന്നത് അകത്തേക്ക് കടന്ന പ്രതിനിധികൾ സംസാരിച്ച് വന്നതിന് ശേഷം മാത്രം ഒരു പ്രതികരണം നടത്താമെന്നായിരുന്നു അവർ പറഞ്ഞത്. എന്തായാലും നാട്ടുകാരടക്കം നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ചേട്ടാ, നേരത്തെ ഈ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് വലിയ മാനേജ്മെൻറ്റ് ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് പറയാനുള്ള നാട്ടുകാരെന്ന നിലയ്ക്ക്? വീഴ്ച എന്നല്ല സാറേ പറയേണ്ടത്. ഇതൊക്കെ എന്ന് പറയാൻ നേരത്തെ ഓരോന്ന് കരുതിക്കൂട്ടി ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും ആ വീഴ്ചകൾ നമ്മൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ എന്താണെന്ന് വെച്ചാൽ അനാവസ്ഥ എന്താണെന്ന് നമുക്ക് ഇപ്പം പുറത്തുള്ളവർക്ക് തന്നെ അങ്ങോട്ട് കയറി ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവർ അപ്സെറ്റ് ചെയ്യുന്നിരിക്കത്തില്ല. ഇപ്പം തന്നെ അവിടെ ആ കേബിളും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ കിടന്നു. നേരത്തെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു കേബിളോ അല്ലെങ്കിൽ പൈപ്പോ ഒക്കെ ഇട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമുക്കും കളിക്കാനും പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. മെയിനായിട്ട് പിള്ളേർ ചിലപ്പം കളിക്കാനായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ അപ്പോൾ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടിയെടുത്തിപ്പോൾ ഒരു കുട്ടിയെ ചെരുപ്പെടുത്ത് മേളിലോട്ട് എറിഞ്ഞു എന്നാണ് പറയുന്നത്. ചിലപ്പോൾ ആ കളിച്ച കൂട്ടത്തിൽ അങ്ങനെ സംഭവിച്ചു കാണും. അപ്പോൾ ആ കുട്ടിയെ നമ്മൾ തെറ്റു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷേ ഇതെല്ലാം നേരത്തെ മുന്നിൽ കണ്ടു ഇങ്ങനെയുള്ള ഒരു സംഭവം അവിടെ നിന്ന് ഒഴിവാക്കാമായിരുന്നു. അത് നേരത്തെ അങ്ങനെ ഇതിന് സാങ്ഷൻ കിട്ടിയിട്ടില്ലെന്നാണ് ഇപ്പം ഇവിടെ ഇന്ന് എനിക്കങ്ങനെ അറിയത്തില്ല, ഇവിടെ ഇന്ന് പുറത്തുള്ള ഒരു അറിവ്. പക്ഷേ ഇങ്ങനെ സംഭവിച്ചപ്പോൾ തന്നെ ആൾക്കാർ വന്ന് ഫ്യൂസ് ഊരി ആ കുട്ടി ഇങ്ങനെ കിടന്നു. അതിനെ അവർ പിന്നെ അധികൃതർ വന്ന് അവർ ഉള്ളിൽ നിന്ന് അവർ തന്നെ സ്റ്റാഫ് വന്ന് അവർ രക്ഷപ്പെടുത്തി. കമ്പ് വെച്ച് കറണ്ട് ഓഫാക്കിയതിന് ശേഷം അത് രക്ഷപ്പെടുത്തിയത്. പക്ഷേ അന്നേരം ആ കുഞ്ഞിന് ജീവനുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അന്നേരം കണ്ടു. പിന്നെ അവർ എന്തായാലും പെട്ടെന്ന് അവരുടെയും അനാസ്ഥ കൊണ്ടല്ല, ആ അനാസ്ഥയിൽ നിന്നല്ല, അവരും പെട്ടെന്ന് തന്നെ അവർ തന്നെയാണ് സ്റ്റാഫ് തന്നെയാണ് കയറി എല്ലാം വലിച്ച് ഒളിച്ച് എടുത്ത് കാറിനകത്തിട്ട് അവർ കൊണ്ടുപോയി. അപ്പോൾ ഇത് ഇങ്ങനൊരു നമ്മുടെ കുഞ്ഞുങ്ങൾ തന്നെ ഇവിടെ പഠിക്കുന്നത്. ഇങ്ങനൊരു സംഭവം ഇനി വീണ്ടും ഉണ്ടാവാൻ പാടില്ല. ഇതിനുള്ള മുൻകരുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തായാലും നമ്മുടെ ചെന്ന് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുക. ഇത് പിന്നെ ഇനി ഒരു 2 മാസം കഴിയുമ്പോൾ ഇതങ്ങ് മറന്നു പോകും. പക്ഷേ അങ്ങനെ ഉണ്ടാവാത്ത രീതിയിൽ ഇത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്.